കരിമീൻ പൊരിച്ചതുണ്ട്, അയില വറുത്തതുണ്ട് എന്ന്. അത് കിച്ചൺ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഈ റിംഗ് ലൈറ്റ് ഇട്ടത്. എന്താ ചെയ്യാ? അടുത്ത എന്തോ ആശ്വാസം. സബറാണ് ഏറ്റവും വലിയ ഹീമാണെന്ന് പറയുന്നത്. ഹലോ ഗൈസ്, ഏട്ടത്തിന്റെ കൊറേ കുറ്റം ഓയിൽ പോയി. എത്ര രൂപയുടെ ഓയിലാണെന്ന് അറിയോ? 6 ലിറ്റർ ഓയിലാണ് പോയത്. പറഞ്ഞേ ഒരു പാത്രം വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്ത് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് സ്നേഹിച്ചിട്ട് മീൻ കൊണ്ടുവരണം. മീനായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരണം. ഒരുപാട് ലേറ്റായി എണിക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കി ഇരുന്നാലൊന്നും കഴിയില്ല. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമ്മൾ ഷിഫ്റ്റിങ്ങിലുള്ളത് കൊണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ എപ്പോഴാണ് ഷിഫ്റ്റിംഗ് ആവുക, ഇന്നോ നാളെ എപ്പോഴും ഇവിടുന്ന് പൈസ കിട്ടും. നമുക്ക് ഓൾറെഡി വീട് നമ്മളൊന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് ഓവറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാങ്ങണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ അതെങ്കിൽ കൺഫർമേഷന് വേണ്ടി ടോക്കൺ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ എമൗണ്ട് നമ്മൾ കയ്യിൽ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഓരോ കൺഫ്യൂസിലാണ്, ഓരോ ഡേയ്സും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോയിട്ട് ഷോപ്പിൽ നിന്ന് ഫിഷ് വാങ്ങണം. ഉച്ചക്ക് ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫിഷ് ചാറുണ്ടാക്കാമെന്ന്, പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് വാങ്ങണം. ഇപ്പോൾ എന്തെങ്കിലും ചായക്കാർക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ ഫേവറേറ്റ് ആണ് കേട്ടോ സാമൻ. പിന്നെ കറി കിട്ടിയ അപ്പോൾ അവർക്ക് സാമൻ എന്ന് പറഞ്ഞാൽ വെരി ഫേവറേറ്റാണ് കുട്ടികൾ. ആവശ്യത്തിന് ഇത്ര വാങ്ങിയിടാം. എനിക്ക് പിന്നെ ലേട്ടാണ് കേട്. ഓരോരാൾക്ക് ഇട്ട് കൊടുക്കാം. ഗൊന്തുണ്ട് കൊണ്ടുവന്നതുണ്ട്. അതെ, എങ്ങനെയും ആയിട്ടൊന്ന് വയറിനൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതെ, രാവിലെ ആരും പട്ടിണി ഇരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ പട്ടിണി കിട്ടിയാൽ ഇതാ അതിനാ അവിടെ ഇടി ഫുള്ള് സ്പ്രെഡ് ആക്കരുത്. അൺബ്രേക്കബിൾ ഗ്ലാസ്. ഇതാ ചൂടുണ്ട്. ചായയാണിത്. നീ ചായ കുടിക്കൂലല്ലോ, കോഫി അല്ല. ചായ നിക്ക് തരാം. കേൾക്കുമ്പോൾ എന്തോ പാവാൻ തോന്നുന്നു. അമ്മച്ചി എനിക്ക് തരുമോ? ആരാ കിച്ചണിಗೆಲ್ಲ പോയിన్నారు? പോസാക്കുന്നേ ലാപ്ടോപ്പ് നോക്ക്, നിനക്ക് ഫുഡ് കഴിക്കാൻ അവസ്ഥ നോക്ക്. എന്താ ചെയ്യാം? ഇപ്പം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഉണ്ടല്ലോ ഗൈസ്, ഇവരെ അവസ്ഥ നോക്ക്. അത് ആര് പറയാ, അവർ പൂച്ചക്കുട്ടികൾക്കൊക്കെ വീട് ആക്കി കൊടുക്കുന്നില്ല. ഇവിടെ കോട്ടൺ, ഇവിടെ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് അതിന് മുകളിലാണ് ഇവർ ഇരിക്കുന്നത്. കണ്ടില്ല അവിടുത്തെ ബെഡ്ഷീറ്റ്, കിച്ചൺ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഒക്കെ അവിടെയാണ്. അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഹോളൊന്ന് നന്നായി വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ക്ലീൻ ചെയ്യണമെന്നേ ഇല്ല, അത്രയ്ക്ക് വൃത്തി സൂക്ഷിക്കും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി റൂം പോലെ ആക്കി TV ഒക്കെ സെറ്റ് ചെയ്താൽ ആരെങ്കിലും വരുമ്പോൾ ഹോളൊക്കെ നന്നായി വൃത്തിയായിട്ടിരിക്കും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചോദിച്ചു നോക്കൂ. Hi guys. Hello guys. ಫಿಶ್ ಕರಿಬೇವಿನ ಸೊಪ್ಪು ತಂದಿಟ್ಟಿದ್ದಾಳೆ. ನಾನು ಬಂದಾಗಿಂದ ಫಸ್ಟ್ ಟೈಮ್ ನೋಡ್ತಾ ಇರೋದು ಇಷ್ಟು ಕರಿಬೇವಿನ ಸೊಪ್ಪು. ഇത്ര കറി ആദ്യമായിട്ടാണ് ഞാൻ. മീൻ പൊരിച്ചതുണ്ട്, അയില വറുത്തതുണ്ട് എന്ന് പറയുന്നില്ലേ, അങ്ങനല്ല കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അയില ചാർ. ഈ അയില ഫിഷിന്റെ ചാറാണ് കേട്ടോ. മീൻസ് മലയാളത്തിൽ അയില കറി എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, എന്താണ് ഞാൻ വെക്കുന്നത്? അയില ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാ. കറി ഉണ്ടാവാൻ വേണ്ടിട്ട് നല്ല റിംഗ് ലൈറ്റ് റെഡി ആവുന്നുണ്ട്. കറിന്റെ ഭംഗി നല്ല ഭംഗി കാണുന്നുണ്ടല്ലോ. അത് കിച്ചൺ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഈ റിംഗ് ലൈറ്റ് ഇട്ടത്. എന്താ ചെയ്യാ? അടുത്ത കാര്യം, ഞാൻ കുളിച്ചിട്ട് വരാം. പറഞ്ഞാല് നല്ല മീൻ കറിയും ചോറ് കഴിക്കാൻ വേണ്ടിട്ട് കുളിച്ചിട്ട് കയറാം. കഴിക്കാൻ മാത്രം ഉണ്ടാക്കാൻ ആരില്ല ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഞാൻ തന്നെ വേണം. കഴിക്കാൻ എല്ലാവരും വരും, ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം കഴിക്കാൻ എല്ലാം റെഡി ആയി വരും. ആൻഡ് ഉണ്ടാക്കാൻ ഞാൻ മാത്രം കഷ്ടപ്പെടണം. ഉണ്ടാക്കാൻ മാത്രമല്ല എല്ലാ പണി, കിച്ചൺ എല്ലാം ക്ലീൻ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ.
അപ്പം ഞാൻ വീട്ടമ്മയല്ലേ, എന്താ ചെയ്യണല്ലോ. ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ തേങ്ങ പൊട്ടിക്കൽ കഥയിലൂടെയാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് തന്നെ തേങ്ങ പൊട്ടിക്കൽ കഥയുടെയാണ്. എന്താ ചെയ്യുക, പ്രൊണൗൺസിയേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ന്യൂട്രൻ്റ്. ഓക്കെ, അപ്പം നമ്മൾ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞ ഗായ്സ്. ഇനി കോക്കനട്ട് വാട്ടർ ഒന്ന് കുടിക്കട്ടെ. എന്തോരം ആശ്വാസം. എന്തായാലും നമുക്കിതൊന്ന് ചർച്ച വരാം. ഇപ്പം എനിക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ ഒരു വിൻഡർ എത്തി, ഒരു ഹെൽപ്പറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഞാൻ കിച്ചണിൽ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തോ ബിരിയാണി കാര്യമായിട്ട് ഉണ്ടാക്കാണെന്നുള്ളത്. ഉമ്മ കറിയിലുണ്ടാവും. സിസ്റ്റർ താങ്ക്സ് നൽകാൻ ഭയങ്കര വലിയൊരു എക്സ്പേർട്ടാണ് കേട്ടോ. എല്ലാവരും അവളോട് തന്നെയാണ് പറയുന്നത് തേങ്ങ ചേർക്കാൻ വേണ്ടി. അത്രയ്ക്ക് ഇഷ്ടമാണ്. കൊടുത്താൽ 10 തേങ്ങ വരെ ഒരേ ഒട്ടായി ചേർക്കും. അത്രയ്ക്ക് ഫേമസാണ്. പക്ഷെ അല്ല വിസ്രിയ ഒരേ ചേർക്കൂലേ, ഭയങ്കര ഫേമസ് ആണ്. 10 തേങ്ങ ഒരേ നിമിഷത്തിൽ ആക്കി ചേർക്കുന്നുണ്ട്. മെഷീൻ ചാറുണ്ടാക്കണം, അതായത് കായ ഇറക്കണം. ഞാനിവിടെ എന്താ കൊക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചെറുകിയ കൊക്കനട്ട് ഇട്ടതിലേക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ എരിവ് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ടേബിൾ സ്പൂണാണ്. പിന്നെ മല്ലി ഇപ്പം മല്ലി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി കയ്യില വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിത് കുറച്ച് വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വാട്ടർ വെച്ച് ഇതൊന്ന് അടച്ച് തേച്ച് ഗിച്ച് ഇതിന് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ ഗൈസ് നമ്മൾ എന്താ പറയുക, മൈ ഗോഡ് ഇത് ഓപ്പൺ ആക്കണേ. ഓക്കെ, നമ്മളെ ചാർ റെഡി ആയിട്ടോ. നമുക്കൊന്ന് കുക്കിംഗ് ഉണ്ടാക്കാം. പിന്നെ ഗൈസ് കുറച്ച് ഓയിലാണ് കേട്ടോ, കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഓയിൽ ഞാൻ വറുക്കാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഇങ്ങനെ പച്ച സ്മെല്ല് പോകാൻ വേണ്ടി വറുക്കാണ്. അങ്ങനെ വറുക്കും ഞാൻ. ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. അതായത് വറുത്തൊരു ഫ്ലേവർ. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തത് കൊക്കനട്ട് ഓയിലാണ്. അപ്പോൾ കൊക്കനട്ടിൻ്റെ കറിക്ക് കൊക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചെടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് അതാണുള്ളത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഈ ഒരു ചാറിൻ്റെ ഉണ്ടല്ലോ, ഈ ഒരു ചാറിൻ്റെ ഇതിലേക്ക് വെള്ളം ഫില്ലാക്കാം. ഒരു വെള്ളം ഫുള്ളാക്കി ഇതൊന്നിങ്ങനെ ഒഴിച്ച് കൊടുത്തു ചെയ്ത് കൊടുത്തു കേട്ടോ. സോൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഞാനവിടെ ഫിഷ് നമ്മളെ ചാറ് പതിപ്പിക്കാൻ വെച്ചിട്ട്, അപ്പോൾ എൻ്റെ കയ്യിലെണ്ണ ഉണ്ടായിരുന്നു. കത്തിരി കയ്യിലെണ്ണ വെച്ചിട്ട് അവിടെ തപ്പാണ് കേട്ടോ. എൻ്റെ വേസ്റ്റ് 4 വരുന്നില്ല. ചാറൊക്കെ അവിടെ ചിന്തി വരും ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത്. എന്താ നമുക്ക് ഇതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ, ഗാർലിക്, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി നിർബന്ധമാണ്. ഇഞ്ചി മീൻസ് ജിഞ്ചറാണ്. ജിഞ്ചറും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പതിപ്പിക്കാം. എത്ര ചിന്തി നോക്കും. അതാണ് 4 ചാറാകുമ്പോഴാണ് ഞാനിവിടെ മീൻ മുറിച്ച് കൊണ്ടേ ബാക്കിയായി ചാറിലെ പോട്ടെ. അവിടെ ഞാൻ മീൻ മുറിക്കുമ്പോഴാണ് ഇവിടെ ചാറ് പതച്ച് ചിന്തിയത്. മീൻ മുറിക്കുന്നതിന് 2 ഇതായി ഞാൻ ബാക്കിയായി. എനിക്കറിയില്ലല്ലോ ഇങ്ങനെ. ഞാൻ വിചാരിച്ചതാണ് ഉള്ളി തക്കാളി ഒക്കെ ഇട്ട ശേഷം നമ്മൾ മീൻ മുറിക്കാനുള്ളത്. സാറിന് എന്താ ചെയ്യാൻ പറ്റുമല്ലേ. നമ്മളെ മീൻ ചാറാവാനാണ് ഏകദേശം. പിന്നെ മീൻ ഇടണം. നോക്കാം ഇനി നമ്മൾ കുറച്ച് ഉണ്ടാക്കി അവർക്ക് കിച്ചൺ ക്ലീൻ അങ്ങനെ ചെയ്യാം.
അപ്പോൾ ഏകദേശം പണി കഴിയും. ചോറൊന്ന് വറക്കണം. ചോറാണ് ഇന്ന് രാത്രി കഴിക്കുന്നത്. ഒരാൾ വന്ന് പറയുന്നത് ഞാൻ കുളിച്ച് ഒരാൾ കുളിച്ച് വന്നത് ഫൈറ്റാക്കി ഒന്ന് ഉന്തി വീടുമെന്നുള്ള പേടിയാണ്. ഉന്തെന്ന് പറഞ്ഞാൽ പുഷാക്കി വീടുന്നുള്ളതാണ്. പിന്നെ ആ സാധനത്തിൻ്റെ പേരെന്ത് ഈ സാധനത്തിൻ്റെ പേര് ഇത് വീട്ടിൽ വന്നാലുണ്ടല്ലോ ഗൈസ്, ഇത് വീട്ടിൽ കറക്റ്റിട്ടാലുണ്ടല്ലോ ഇടീ വീട് വൃത്തികേടാവും. ആ കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. അതിപ്പോൾ ഞാൻ പുറത്തിടട്ടെ. അപ്പം ഞാൻ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്നുള്ളത്. പാട്ട വൃത്തിയാക്കിയതാ വീടൊക്കെ ഉണ്ടോ ക്ലീന്? ആ ഉണ്ടട്ടോ, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ക്ലീന്. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നാലുണ്ടല്ലോ ഞാൻ അവർക്ക് ലാപ്ടോപ്പൊക്കെ കൊടുത്തിട്ട് എന്തിനായിരിപ്പിക്കുന്നറിയോ? അവർ കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ എന്നുള്ളതാണ്. എന്നുള്ള റീസൺ കൊണ്ടാണ് അവർക്ക് ലാപ്ടോപ്പൊക്കെ കൊടുത്ത് നിൽക്കുന്നത്. യോ റബ്ബി ഇത് നോക്കൂ. ഇത് കുളിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് തിന്നാൻ ചോദിക്കുന്നത്. തിന്നാൻ എന്തെങ്കിലും താന്ന് ചോറ് തരുന്നുണ്ട് കേട്ടാ. ഉമ്മ മകൾ കുളിച്ച് വന്ന് പാവം എൻ്റെ കുട്ടിയെ പട്ടിണി. അവരെ കുളിപ്പിച്ചിട്ട് പിന്നെ വറങ്ങുമ്പോൾ കുളിപ്പിക്കും. വൈകോട് കഴിക്കാൻ പറ്റാത്ത ആവൂല പെട്ടെന്ന്. വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ ചില സംഗതിയാണ്. സബർ വേണം, സബർ. എപ്പോൾ ഞാൻ എല്ലാവരോടും പറയട്ടെ സബർ ചെയ്യണം എന്നുള്ളത്. അതെൻ്റെ ഒരു ശീലമാണ്. എന്ത് കാര്യമാണെങ്കിലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആണോടി എന്താ ചെയ്യല്ലേ, സബർ ചെയ്യും. റബ്ബുണ്ടല്ലോ നമ്മൾ എന്ത് എടുത്തുചാട്ടി നമ്മൾ അവരുടെ കൂടിയിട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ എന്തുകൊണ്ട് എൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവർ ആദ്യം വെപ്രടിക്കും. ഞാൻ എന്ത് കാര്യം വന്നാലും ആണോ ഇങ്ങനെ ആയോ സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ കാണിക്കാനും നമ്മൾ കാണിച്ചാൽ അവർ കൂടുതലായിട്ട് വെപ്രലാവും. പറയാണോ സബർ ചെയ്യും, റബ്ബുണ്ടല്ലോ, എന്തെങ്കിലും റബ്ബ് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിക്കും. സബറാണ് ഏറ്റവും വലിയ ഈമാണെന്ന് പറയുന്നത്. ഹലോ ഗൈസ്, ഇതാ അപ്പോഴേക്ക് ഇവിടെ നമ്മൾ മീൻ ചാറ് പതച്ചു ഗൈസ്. അപ്പോഴേക്ക് നമ്മൾ മൊയ്ത് ഇവിടെ കറിഞ്ഞു വരുന്ന ഗൈസ്. എന്തിനാ മോനെ കറിയുന്നേ? എന്തായി കുഞ്ഞു? എന്തായി എൻ്റെ മുഖത്ത്? എന്താ അതിൻ്റെ ഇടയിലും ഓമണത്തിൻ്റെ ഇടയിലും ഇതെന്താ? ഇതെന്താ? ഇത് സോൾട്ടാണ്. സോൾട്ട് എന്തിനാ എനിക്ക്? ക്രിസ്റ്റൽ സോൾട്ട്. അണാർ വിത്ത് ഷുഗർ എന്താ? അണാർ വിത്ത് യോഗട്ട് വിത്ത് ഷുഗറാണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇവർക്കുണ്ടല്ലോ അണാർ ആൻഡ് യോഗട്ട് ഇട്ട് കൊടുത്തിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചു കേട്ടോ. ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അണാർ. അത് ഞാൻ ഉച്ചക്ക് രണ്ടാൾക്ക് ചോബിക്കും ഇത് കൊടുത്തതാണ്. ഇഷു കഴിക്കാറില്ല അണാർ വിത്ത് യോഗട്ട്. ഉമ്മ കഴിക്കാറില്ല. ഏട്ടത്തിൽ ഞാൻ കൊടുക്കാറില്ല, ചെയ്യൂല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് തന്നെ വേറെ വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ചാറ് പതിച്ചിട്ടാണ്. ഇതെന്തിങ്ങനെ ആയെന്നറിയില്ല. അപ്പം ഞാൻ മീനിടട്ടെ, പിന്നെ സംസാരിക്കാം. തക്കാളിയൊക്കെ കൂടിപ്പോയെന്നുള്ളത്. പിന്നെ ഞാൻ പുളി ഇടാറില്ല കേട്ടോ ഗൈസ്. പുളി എനിക്കിഷ്ടമല്ല, പുളിൻ്റെ ടേസ്റ്റ്. ഉമ്മയ്ക്ക് പുളി ഇടാറുണ്ടോ? പക്ഷെ ഞാൻ പുളി ഇടൂല. എനിക്ക് പുളിക്കറി ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. ഓരോരാൾക്കും ഓരോരാളുടെ ടേസ്റ്റ് അല്ലേ. എണ്ടിൽ ചില ആൾക്കാർ മാങ്ങ ഇടും, പിന്നെ അങ്ങനെയൊക്കെ സംഭവങ്ങളിടും. ഓരോരാൾക്ക് ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഔൽ മിൽക്ക് കഴിക്കൂലായിരുന്നു. ഔൽ മിൽക്ക് ഇപ്പം എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ ഫേവറേറ്റ് ആയത് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോരോ ടേസ്റ്റുകളുണ്ടാവും. ഇന്നല്ലെങ്കിൽ എനിക്ക് നാളെ എന്താ പറയുക പുളി കറി ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം ഞാൻ തക്കാളിൻ്റെ പുളി എനിക്കിഷ്ടമാണ്. ടാമറിൻ്റെ പുളി അത്ര ഒന്നും ഇഷ്ടമില്ല. പിന്നെ ഏട്ടത്തി പറഞ്ഞ കറിവേപ്പില കേട്ടോ. സത്യം അവൾ പറഞ്ഞതൊന്നും കള്ളത്തരല്ല കേട്ടോ, സത്യമാണ്. ഇതുവരെ ഞാൻ കറിവേപ്പില കൊണ്ടുവന്നിട്ടില്ല. ഇന്നാണ് കേട്ടോ കറിവേപ്പില കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് കണ്ടു, ഞാൻ ചോദിച്ചു അവിടെ വെജിറ്റബിൾ ഷോപ്പിലുണ്ടോ കറിവേപ്പിലുണ്ടോയെന്ന്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ കുറച്ച് കറിവേപ്പില തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരുപാട് എനിക്ക് എടുത്ത് തന്നതാണ്. ഒരുപാട് തന്നിട്ട് പിന്നെ അതിൻ്റെ പൈസ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാ ഇത്രയൊക്കെ കറിവേപ്പില വാങ്ങുന്നത്, ഇതുവരെ വാങ്ങത്താവുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് കറിവേപ്പിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നെങ്കിൽ എന്താ പറയുക നമ്മൾ ദാൽ കാണും. അപ്പോൾ ഞാൻ ഒരു കറിവേപ്പില ഉണ്ടെങ്കിലും ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെയാണ്. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കറിക്ക് ഇടും ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പതിപ്പിച്ചിട്ട് എടുക്കുന്നത്. നോക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ. കറി കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. മാഷല്ല. പിന്നെ ചില ആൾക്കാർ ഉലുവൊക്കെ ഇട്ട് വറുക്കട്ടെ. ഞാൻ ഉലുവൊന്നും ഇട്ടിട്ടില്ല.
കാരണം ഉലുവ എൻ്റെ വലിയ മോൾക്ക് ഉലുവ പറ്റൂല. ഉലുവ അവനക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല. പക്ഷെ ഇതിൽ ഇട്ടാലൊന്നും അറിയില്ല. ആയാലും ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ എനിക്ക് മറന്നിട്ട് പോയി. പിന്നെ അതിൻ്റെ സ്കിപ്പും ചെയ്തു. പിന്നെ ഉലുവ ഇടാൻ എനിക്ക് മറന്നു പോയതാണ്. ഇതാണ്. അപ്പം എൻ്റെ വലിയ മോൾക്ക് ഉലുവ ഒന്നും ഇഷ്ടമല്ല ഇടുന്നത്. ഞാൻ എപ്പോൾ അത് വീണ്ടും വച്ചീന്ന് ചോദിക്കും. ഓരോ ആൾക്കും ഓരോ ഫ്ലേവറാണല്ലോ. പിന്നെ അപ്പം നെക്സ്റ്റ് എന്താ പറയുക വെച്ചാൽ ഒന്ന് കജാരിൻ്റെ വാർക്കണം, ചോറ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് പപ്പട ചൂടാണ്. ഒരു സൈഡിൽ കറിയാവും, ഒരു സൈഡ് ചോറാവും, ഒരു സൈഡിൽ ഞമ്മൾ പപ്പട ഫ്രൈ ആവും. ഒരാൾ വന്നിട്ട് ഓരോരോ ഇടയിൽ വന്ന് നോക്കുന്നു. കഴിഞ്ഞു ആയോ ഉണ്ടാക്കുന്നത് ഞാൻ, കാക്കുന്നത് അവളാണ്. നല്ല രസമല്ലേ? അങ്ങനെ കഴിച്ച് നമ്മളെ ഫിഷ് കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഞാനിവിടെ എന്താ പറയുക പപ്പട ചുടാൻ വേണ്ടി വാങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫ് കഴിക്കുന്നേ, ഉറങ്ങുന്നേ, എണിക്കുന്നേ, കഴിക്കുന്നേ, ഉറങ്ങുന്നത് മാത്രമാണ് എൻ്റെ ലൈഫ്. അപ്പം ഞാൻ ഫുഡ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഫുഡ് ഉണ്ടാവുന്ന കണ്ടാൽ അവർക്ക് കുളിച്ചിട്ട് ഫ്രഷായിട്ട് കുട്ടികളെ കുളിപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായിട്ട് വരും. എന്നിട്ട് അത് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഞാൻ കുറേ പണിയെടുക്കും. ഒരുപാട് ഇവിടെ വന്നാൽ ഗൈസ് ഒരു പാത്രം വരെ അവൾക്ക് കഴുകാറില്ല. അത്ര പറഞ്ഞപ്പോൾ ഒരേ വട്ടം ഓടി നല്ല അതെ ഏട്ടത്തി പറഞ്ഞിട്ട് ഏട്ടത്തിയുടെ കൊറേ കുറ്റം പറഞ്ഞു. ഓയിൽ പോയി. എത്ര രൂപയുടെ ഓയിലാണ് അറിയോ? 6 ലിറ്റർ ഓയിലാണ് പോയത്. എന്താ സങ്കടം എന്റെ സിസ്റ്റർ. സങ്കടമല്ല, എന്നെ പറഞ്ഞു, എന്താ കള്ളം പറഞ്ഞേ, ഒരു പാത്രം കഴുകുന്നില്ല. കഴുകുന്നുണ്ട്, ഒരു പാത്രം ഒരു ഗ്ലാസ് ഒക്കെ കഴുകുന്നുണ്ട്. എന്റെ കുട്ടി കേൾക്കൂലെന്ന്. എന്റെ കുട്ടി ബാംഗ്ലൂർ പോയാലുണ്ടല്ലോ ഒരു പണി എടുപ്പിക്കില്ല കേട്ടോ. നമ്മളെ കൊണ്ടിട്ട് അവൻ തന്നെ ഉണ്ടാക്കും. നമ്മളെ പപ്പട ഇടാം ഗൈസ്. മതിയാവുന്നില്ലെന്ന് എനിക്കല്ല കേട്ടോ. പെണ്ണ് വന്നിട്ട് എനിക്ക് നോക്കണം. മതിയാവുന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ വന്ന് നിൽക്കാണ് ബാക്കിൽ. ഞാൻ എന്നെ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നത്. കുറച്ച് മൂല്യം ഓയിൽ മതിയാവും, പക്ഷെ ഞാൻ എൻ്റെ വെക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഇല്ലാത്തവരെ ഞാനിപ്പോൾ എവിടെ നിന്ന് റെഡി കൊണ്ടുവരാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ മുറിച്ച പപ്പായാണ് കേട്ടോ. സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ കറിയമ്യം. അത്തായ ഓർമ്മ വരുന്നുണ്ടോ? അത്തായക്ക് ചോറിനോട് പപ്പായ ഉണ്ടല്ലോ, പപ്പട കഴിക്കുന്നത്, അതിന്റെ ഓർമ്മയാണ്. ഇപ്പൊ ഇന്ന് കൊടുക്കാൻ പോകില്ല. എന്നാ ചോബി കയ്യിലെടുത്ത അടിപ്പൊളി. നമ്മളെ മീൻ കറി റെഡിയായി ഗൈസ്. ഇവിടെ പപ്പടം റെഡിയായി. മുയ്സെങ്ങനെയുണ്ട് ഫുഡ്? ഇഷ എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ട? ചോബി എങ്ങനെയുണ്ട്? പപ്പടം ഉണ്ടാലട്ടോ ചോബി. പപ്പടമൊക്കെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ കറി പപ്പടം എല്ലാം റെഡിയായി. ഈസി മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ടേസ്റ്റ് ആണ് കേട്ടോ അയിലക്കറിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരുപാട് നീട്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.